ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എറണാകുളം ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രന്റെ മൃതദേഹം വീട്ടിൽ എത്തിച്ചു. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിലെ പൊതുദർശനത്തിന് ശേഷമാണ് മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ പ്രമുഖരും ഒപ്പം തന്നെ പൊതുസമൂഹത്തിന്റെ ഭാഗമായി നിരവധി ആളുകളും അന്ത്യാഞ്ജലി അർപ്പിച്ചു. 12 മണിയോടുകൂടി ഇടപ്പള്ളി ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കും. വിവരങ്ങളുമായി അർച്ചന കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. അർച്ചന, രാവിലെ 7:30 മുതൽ തന്നെ പൊതുദർശനം ആരംഭിച്ചിരുന്നു ചങ്ങമ്പുഴ പാർക്കിൽ. നിരവധി ആളുകളാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായി അങ്ങോട്ടേക്ക് എത്തിയത്. ഇപ്പോൾ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അന്തിമ ചടങ്ങുകളടക്കം നടക്കുന്നു. 12 മണിയോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുമോ? മനോ, തീർച്ചയായും നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത് സംസ്കാര ചടങ്ങുകൾ 12 മണിക്ക് നടത്താൻ തന്നെയാണ്. ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ. എന്തായാലും വീട്ടിൽ ഇപ്പോഴും ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. നിരവധി ആളുകൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. നാട്ടുകാരും ബന്ധുക്കളും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും എല്ലാം തന്നെയാണ് വീട്ടിലെത്തി അദ്ദേഹത്തെ അവസാനമായി കാണുന്നത്. ഇതിനുശേഷം 11:30 തന്നെ ഇവിടെ നിന്നും നേരെ നെടുമ്പാശ്ശേരിയിലെ ശാന്തി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും 7:30 മുതൽ തുടങ്ങിയതാണ് ചങ്ങമ്പുഴയിലെ പൊതുദർശനം. അത് ഏകദേശം 10 മണിവരെ നീണ്ടു. അത്രത്തോളം ജനക്കൂട്ടമാണ് അദ്ദേഹത്തെ അവസാനമായി കാണാനായി ചങ്ങമ്പുഴ പാർക്കിലേക്ക് എത്തിയത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രാഷ്ട്രീയ രംഗത്തെയും അതുപോലെ സാമൂഹിക രംഗത്തെയും ആളുകളെല്ലാം തന്നെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ ചങ്ങമ്പുഴ പാർക്കിലെത്തി. ശേഷം ഏകദേശം 11 മണിയോടുകൂടിയാണ്, അതായത് ഏകദേശം 10:30 മണിയോടുകൂടിയാണ് വീട്ടിലേക്ക് എത്തിച്ചത്. വീട്ടിൽ വിലാപയാത്രയായിട്ടാണ് കൊണ്ടുവന്നത്. അങ്ങനെ ഇവിടെയും ഒട്ടനവധി ആളുകളും ഒപ്പം രാഷ്ട്രീയ രംഗത്തെ നിരവധി ആളുകളും എത്തുന്നുണ്ട്. മന്ത്രി പി രാജീവിൻ്റെ നേതൃത്വത്തിലായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ ക്രമീകരിക്കുക. എന്തായാലും ഔദ്യോഗിക ബഹുമതികളോടെ കേരളത്തിൻ്റെ ആദരവ് അദ്ദേഹത്തിന് അർപ്പിക്കുക എന്നതാണ് ഈ ഔദ്യോഗിക ബഹുമതികളോടെ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഒരു കേരളത്തിൻ്റെ മാത്രമല്ല നോവായി അദ്ദേഹം മാറുകയാണ്. നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ട ആളാണ്. തിങ്കളാഴ്ചയാണ് അദ്ദേഹം ഇവിടെ നിന്നും ഏറെ സന്തോഷത്തോടെ യാത്ര പോയത്. മകളും ഒപ്പം പേരക്കുട്ടികളും ഭാര്യയും എല്ലാമായിട്ട് യാത്ര പുറപ്പെട്ടു. എന്നാൽ തിരിച്ചെത്തിയത് ഇത്തരത്തിൽ വളരെ ദുഃഖകരമായ വാർത്തയുമായിട്ടാണ്. ഏറെ ഞെട്ടലും മരവിപ്പെല്ലാം തന്നെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരു തീരാ നോവായി, തീരാ വേദന അദ്ദേഹം മാറുകയാണ്. എന്തായാലും മക്കളും ഒപ്പം പേരക്കുട്ടികളും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ അരികെ വൈകാരികമായി നിൽക്കുന്നുണ്ട് കാണാം. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അവർ ധീരമായി നേരിട്ട് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇന്ന് കണ്ണീരോടെയാണ് അവർ അവരുടെ പ്രിയപ്പെട്ട പിതാവിന് അന്ത്യചുംബനം നൽകുന്നത്. എന്തായാലും ഇവിടെ നിരവധി ആളുകൾ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിക്കുമെന്നറിഞ്ഞ ആളുകൾ എത്തുന്നുണ്ട്. അതുപോലെ തന്നെയായിരുന്നു ചങ്ങമ്പുഴ പാർക്കിലും. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹം ഈ വീട്ടിൽ നിന്നും പുറത്തേക്ക് കിടക്കും. ശേഷം നേരെ പോകുക ഇടപ്പള്ളി ശാന്തി സദനം ശ്മശാനത്തിലേക്കായിരിക്കും. അവിടെയാണ് ഔദ്യോഗിക ബഹുമതികളുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞ് പലരും പല ഭാഗങ്ങളിൽ നിന്ന് എത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് ഇവിടെ കൂടുതലായി എത്തിയിട്ടുള്ളത്. കാരണം പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കിടയിലെല്ലാം തന്നെ അദ്ദേഹം ഏറെ പ്രിയപ്പെട്ടനായിരുന്നു. മാത്രമല്ല യാത്ര കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് കാണാമെന്ന് പറഞ്ഞാണ് അദ്ദേഹം ഇവിടെ നിന്നും പോയത്. ഇത്തരത്തിലുള്ള ഓർമ്മകളുമൊക്കെ ആയിട്ടാണ് അവർ ഇവിടെ എത്തുന്നത്. എന്തായാലും ഒരു സന്തോഷത്തോടെ പോയ യാത്ര അത് കണ്ണീരോടെയായി എന്നതാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ടത്. നീരാഞ്ജനം വീട്ട് ഇപ്പോൾ പൂർണ്ണമായും ഒരു മരവിപ്പും ഒപ്പം കണ്ണീരും തളം കെട്ടിയ സ്ഥലമായി മാറുകയാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമില്ലാത്തൊരു വീടായി ഇത് മാറുകയാണ്. യാത്രയെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു രാമചന്ദ്രൻ. എന്നാൽ ഇത്തരത്തിൽ ആ യാത്ര തന്നെ ഒരു ദുരന്തത്തിലേക്ക് കലാശിച്ചു. അതാണ് ഏറ്റവും പ്രധാനമായും. മാത്രമല്ല ഈ ഭീകരവാദത്തെ ചെറുത്ത് തോൽപ്പിക്കുക, അതിനായി ഒറ്റക്കെട്ടായി നിൽക്കുക, രാജ്യത്തിൻ്റെ ചേർത്തുനിൽപ്പ് ഇതിനാവശ്യമാണ് എന്നൊരു സന്ദേശം കൂടിയാണ് ഇവിടെ എത്തുന്ന ഓരോ ആളുകളുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാ മനുഷ്യരും ഇവിടെ ഒന്നാകെ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ, നാടിൻ്റെ അന്തിമോപചാരം അർപ്പിക്കാനായി എത്തുന്നുണ്ട്. കണ്ണീരോടെ എത്തുന്നവരുണ്ട്. അത്തരത്തിൽ നിരവധി ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. രാവിലെ കേന്ദ്രമന്ത്രിമാർ ഒപ്പം മന്ത്രി പി രാജീവ്, AK ശശീന്ദ്രൻ, അതുപോലെ ഗവർണർമാർ എല്ലാം തന്നെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിരുന്നു. സാമൂഹിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ഇത്തരത്തിൽ അവിടെ ചങ്ങമ്പുഴ പാർക്കിലെത്തിയിരുന്നു. ഇവിടെയും വീട്ടിലും കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ എത്തുന്നുണ്ട്. മന്ത്രി പി രാജീവിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും, സംസ്ഥാന സർക്കാരിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ നീരാഞ്ജനം വീട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം അവസാനമായി ഇവിടെ നിന്നും എടുക്കും. അവസാനമായി അദ്ദേഹം യാത്ര പോയി, സന്തോഷത്തോടെ യാത്ര പോയി അവസാനം ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരം ഈ വീട്ടിലേക്ക് എത്തിക്കുകയാണ്. അത് അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ നിന്ന് മൃതദേഹം എടുത്ത് ശാന്തി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടത്താനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും 11:30 മണിയാണ് ഇവിടെ
ഇവിടെ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. അത് ഇനി നിമിഷ നേരങ്ങൾ മാത്രമാണ് വീട്ടിലുണ്ടാവുക. അതിനുശേഷം ഇവിടെ നിന്നും നേരെ മൃതദേഹം എടപ്പള്ളി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുമെന്ന്. ഏറ്റവും സങ്കടകരമായ വാർത്തയാണ്. രാമചന്ദ്രന്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ നടക്കും. ഇപ്പോൾ സമയം 11:21 11:30 മണിയോടുകൂടി 12 മണിക്ക് മുൻപായി അദ്ദേഹം വീട്ടിൽ നിന്ന് അവസാന യാത്ര പോകും. ഏറ്റവും സന്തോഷത്തോടെ ഇറക്കിപ്പോയ വീട്ടിലേക്ക് ചേതനയറ്റ ശരീരമായി തിരികെ എത്തുന്ന ദാരുണമായ കാഴ്ച, വേദന നിറഞ്ഞ കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. അദ്ദേഹത്തിന് നാട് വിട പറയുകയാണ്. നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു. ഇപ്പോൾ വീട്ടിലേക്ക് അന്തിമ ചടങ്ങുകൾക്കായി എത്തിച്ചിരിക്കുകയാണ്. ഇടപ്പള്ളി ശാന്തി സദനം പൊതുശ്മശാനത്തിൽ അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. അതിന് ഔദ്യോഗിക ബഹുമതികൾ നൽകാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നു. വിവരങ്ങളാണ് ഇപ്പോൾ അർച്ചന നമുക്ക് നൽകിയത്.